ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോവാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ വാഗമൺ കുരിശുമല കയറാൻ പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അപ്പോൾ ജിതാന്റിയുടെയും സ്മിജോച്ചന്റെ കൂടെയാണ് പോവാറ്. അപ്പൊ ഇപ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ മോർണിംഗ് ഒരു 5 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാണ് ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോയത്. കുഞ്ഞാറ്റേനെ കൊണ്ടുപോയില്ല, കാരണം അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൾക്ക് ഇങ്ങനെ മലയൊന്നും അങ്ങനെ കയറാനൊന്നും പറ്റില്ല. അവൾക്ക് കുറച്ച് കയറുമ്പോഴത്തേക്കും വയ്യാണ്ട് അങ്ങനെ കാറിൽ കയറി. പക്ഷെ എല്ലാവരും നല്ല ഉറക്കമൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു, കാരണം ജിതാന്റി ബ്രെഡും ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കാരണം ഞങ്ങൾ ഇറങ്ങി അതൊക്കെ കഴിച്ചു. ഗൈസ്, അപ്പൊ നമ്മള് ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പുറത്തിറങ്ങിയിട്ട് വിശന്നപ്പോ കുറച്ച് ബ്രെഡ് തിന്നു. എന്നിട്ട് നമ്മളിപ്പോ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും. നമ്മള് ശരിക്കും മലയാറ്റൂരാണ് പോവാറ്, പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മള് എവിടെയാണ് കുരിശുമല കയറാൻ പോവാണ്. വാഗമൺ എവിടെയാണ്? പാലക്കാടാണെന്നാണ് മമ്മ പറഞ്ഞത്. മമ്മ പറഞ്ഞത് പാലക്കാടാണ് വാഗമൺ എന്നാണ്. സ്മിജോച്ചൻ പറഞ്ഞത് ഇടുക്കിയിലാണെന്നാണ്. പിന്നെ ജിതാന്റി പറഞ്ഞത് കോട്ടയത്താണെന്ന്. എവിടെയാന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെവിയൊക്കെ അടഞ്ഞൂലോ. നമ്മുടെ ഡ്രൈവറിനെ അസിസ്റ്റന്റ് ചെയ്തിരുന്ന ആള് തൂങ്ങി ഗൈസ്. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ദോശയും പിന്നെ സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഞങ്ങൾ വാഗമൺ. ഇപ്പൊ സമ്മർ സീസൺ ആയ കാരണം അവിടെ നല്ല കൊടും ചൂട് തന്നെയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു കാറ്റൊക്കെ വീശും, അപ്പൊ അത് നല്ല സുഖമാണ്. എന്ന് ഇതാണ് നമ്മുടെ കുരിശുമല. ഇതുണ്ട് ഇങ്ങനെ. ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ കയറി പോവും. അത് കഴിഞ്ഞിട്ട് നമ്മള് മല എവിടെയാണ് അവിടെ ചെന്നിട്ട് കാണിച്ചെന്റെ പേര് ശരിക്കും വ്യൂ പോയിന്റിലെത്തണം. നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ കയറിയിട്ട് അവിടെ പോകണുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കയറാം. മല കയറാൻ തുടങ്ങുന്നുള്ളൂ ഗൈസ്. അപ്പോഴേക്ക് ക്ഷണിത നമുക്ക് അവിടെ എത്തേണ്ടത് കേട്ടാ. സ്പോട്ടിലേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ ഇനി കുരിശുമല കയറാൻ പോവാണ്. അപ്പോൾ 11 മണിക്കായിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത്. നല്ല ചൂടായിരുന്നു. അപ്പൊ ഇതാണ് 1ാം സ്ഥലം. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങാണ്. ആദ്യത്തെ ഒരു ആവേശത്തിൽ ഞങ്ങൾ ഓടി ഓടിയിട്ടാണ് കയറിയത്. പക്ഷെ 4ാമത്തേക്ക് ഒരു സ്ഥലം ആയപ്പോഴത്തേക്കും വയ്യാണ്ടായി. ശരി, അപ്പൊ കുറച്ചു നേരം അവിടെ കാറ്റ് കൊണ്ടിരുന്നു. കാറ്റ് വരുമ്പോ ഒരു നല്ല സുഖമാണ്. നമുക്കിനി അവിടം വരെ എത്തണം. അതാണ് പള്ളി, ആ കുരിശ് വെച്ചിട്ടുള്ളതാണ് പള്ളി. അത് നമുക്കിനി അവിടെ വരെ എത്തണം. ഇപ്പൊ 8ാം സ്ഥലം കഴിഞ്ഞു. ഇനി അടുത്തത് 9ാം സ്ഥലം.
ഇട്ടാടാ നോക്ക്. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. വെയിലുണ്ടെങ്കിലും ഇവിടെ വെയില് കൊള്ളണ പോലെ തോന്നില്ല, നല്ല തണുപ്പാ. നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്തിഫലം കർത്താവെ അനുഗ്രഹിക്കണമേ. ഗൈസ് അങ്ങനെ നമ്മൾ 12ാം സ്ഥലം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 12ാം സ്ഥലം എത്തിയിരിക്കുകയാണ്. പിന്നെ മുകളിലേക്ക് എത്തും തോറും കിടിലൻ വ്യൂ ആണ് ഗൈസ്. നല്ല രസമാണ് താഴേക്ക് നോക്കുമ്പോ ഇങ്ങനെ. ഗൈസ് അവിടെ കോളാന്ന് പറയുന്ന തീ, അവിടെ ആരും അവിടെ തീ ഇട്ടിട്ട് അതിന്റെ പുക വരുന്നതാണ് കോള ഗൈസ്. ഇവിടെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുൾ ചെയ്ത് പിന്നെ ഇവിടെ മലയാറ്റൂർ മല പോലെയല്ല, അവിടെ നല്ല തിരക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല, അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പള്ളിയിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറച്ചധികം ആൾക്കാർ അവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ എത്തി പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ അച്ഛന് നടക്കാൻ ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സ്മിജോജൻ പറഞ്ഞു എന്നാൽ നമുക്ക് അവനെ എടുത്ത് താഴത്തിടാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്മിജോച്ചനും കൂടെ അവനെ എടുത്ത് താഴത്തേക്ക് ഇടാൻ നോക്കാണ്. പിന്നെ മുകളിലെത്തുമ്പോ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കോരി കുടിക്കാം. അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെയൊക്കെ പോയി അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളെ പിടിച്ചാണ് ഇറങ്ങുന്നത്. കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. മമ്മയുടെ ചെരുപ്പ് പൊട്ടി. നമുക്കിനി താഴെ പോയിട്ട് കാണാം. അപ്പോൾ നമുക്കിനി താഴെ പോയിട്ട് ഞാൻ പറയാ ഗൈസ് ക്ഷീണിച്ച് കിടക്കുന്ന നോക്കൂ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട്. അത് നമ്മളോട് പറഞ്ഞു പോലെയായി. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേറാനും ബുദ്ധിമുട്ട്, ഇറങ്ങാനും ബുദ്ധിമുട്ട്, രണ്ടും ബുദ്ധിമുട്ടാ. കൈ പിടിക്ക്. പിന്നെ സ്മിജോച്ചൻ പറഞ്ഞു നമുക്ക് പൈൻ ഫോറസ്റ്റ് കാണാൻ പോവാന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാൻ പോയി. അപ്പം അവിടേക്കും കുറേ ഇങ്ങനെ നടക്കണം. ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഗൈസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നല്ല രസമാണ്. നല്ല ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ ആ മരങ്ങളൊന്നും കാണില്ല. കാരണം നല്ല ഇറക്കത്തിലാണ് ഈ മരങ്ങളുള്ളത്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ കുറേ നടക്കണം. അപ്പം നടക്കണ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓരോരോ കടകളുണ്ട്. പിന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടായിരുന്നു. അപ്പം സന്തോഷമായി കണ്ടപ്പോൾ. പിന്നെ നമ്മളിപ്പോൾ കണ്ട സബ്സ്ക്രൈബറിന്റെ പേര് അക്ഷയ എന്നാണ്. അപ്പോൾ ആള് എനിക്ക് നല്ല വലിയൊരു ഗിഫ്റ്റ് തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആരും ചോദിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു, അക്ഷയ ചോദിച്ചു എൻ്റെ അടുത്ത് ഒരു ഉമ്മ നോട്ടീന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കവള് കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കത് വലിയൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പം അത് ഇനിയും ഉണ്ടാവണം എപ്പോഴും. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. നിരപ്പായ സ്ഥലം നോക്കി പോകാം. നല്ല മണിക്കൂറ് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോണേ. അപ്പൊ ഗൈസ് നമ്മൾ കുറെ നേരം ഇവിടെ പൈൻ ഫോറസ്റ്റിൽ നിൽക്കണം. അപ്പൊ ഇനി നമ്മള്
ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ്. പിന്നെ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കാടൊന്നും കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള പറയുന്നത്. നല്ല രസമാണ് കഴിച്ച് ഇവിടെ പോകാൻ. കാരണം ഭയങ്കര തണുപ്പ്. അവിടെ ആ ചൂടത്തൊക്കെ നടന്നിട്ട് ഇവിടെ വരുമ്പോൾ നല്ല സുഖം. വെയിലുണ്ടെങ്കിലും നല്ല രസമാണ് തണുത്തിട്ട്. അപ്പോൾ നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ തുറക്കാം. പാവാടിട്ട് ഇറങ്ങിയേക്കാം. പാകാവാത്തൊരു പാവാട. മമ്മി ഇവിടുന്ന് ഇറങ്ങാതെ ടാസ്കാണ്. കാരണം ഭയങ്കര ഇത് വഴിക്കൽ ഞാൻ ഇങ്ങനെ പോയിട്ടാവും. ഇനി എങ്ങനെ ഇറങ്ങാൻ വിടുന്നതാ? നമ്മുടെ കുഞ്ഞിക്കാണ് ഗൈസ്, നമ്മുടെ കുഞ്ഞാറ്റ കുഞ്ഞിനാണ്. അങ്ങനൊരു ആനക്കുട്ടിനെ വാങ്ങിച്ചു. ആനക്കുട്ടീനെ കൈ നോക്കി മറ്റേ ജിമ്മി പിടിച്ച പോലെ പോലെ. നമ്മൾ ഇന്ന് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നു. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്, ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. അതില് വേണമെങ്കിൽ അവന് ചാടാൻ കിട്ടാതെ. ഫ്രീ ഫോളോ അത്ര ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ എല്ലാം ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കാണിച്ചു തരാം. ആൾക്കാർ കയറുന്നപ്പോ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിണ്ട്. അപ്പൊ അതെങ്കിലും കയറാം, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വാഗമൺ വരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടുത്തെ എല്ലാ റൈഡും അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല പൈസ കൊണ്ടുവരണം. കാരണം ഓരോ സംഭവത്തിലും കയറാൻ വേണ്ടിയിട്ട് നല്ല പൈസയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാരാഗ്ലൈഡിങ് ഇത് കയറാൻ വേണ്ടിയിട്ട് 4000 രൂപയാണ് ഒരാൾ. പിന്നെ എനിക്കിതിലൊന്ന് കയറി നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പൈസ എനിക്ക് അത് കാരണം നമ്മൾ കയറിയില്ല. ഒരാൾക്ക് 4000 എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ കയറില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എന്തായാലും ഇതിനുള്ള പൈസ കൊണ്ട് ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കയറാൻ നല്ല ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഇതായിട്ട് തോന്നും, ഭയങ്കര പേടിയൊക്കെ തോന്നും ഇവിടെ നോക്കുമ്പോൾ. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആര് പോകുമ്പോൾ അങ്ങനെ അവരിങ്ങനെ വിടുമ്പോൾ മാത്രമേ നമുക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടാവുള്ളൂ. ഗൈസ്, അവരുടെ ഇറങ്ങി വരുന്നവരുടെ ആ ചിരി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ലൈഫിൽ ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അത് ഇങ്ങനെ നിന്ന് കണ്ടു. ഇവരിങ്ങനെ പറന്ന് നടക്കണം ഞങ്ങൾ കുറച്ചു നേരം കണ്ടു. അങ്ങനെ ചവിട്ടി പിടിക്ക് കാല് കയറ്റി വെച്ചിരിക്കും. അയ്യോ, എന്നെ ചവിട്ടിട്ട് കിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും ട്രൈ ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് 250 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ കയറാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലും ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാനിവിടെ താഴേക്ക് നോക്കിയത് മുകളിലേക്ക് മാത്രം നോക്കിയിട്ട് ഷോർക്കണ്ട്.
പിന്നെ എനിക്ക് ഹൈറ്റ് ഇത്തിരി പേടിയാണ്. ഫസ്റ്റ് നടന്നു വരുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ഒരു എൻഡിൽ ചെന്നിങ്ങനെ നിൽക്കുമ്പം അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പം എന്താ പറയുക, നല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടിയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഉള്ളിടുന്നുണ്ടായിരുന്നു. പിന്നെ ശരിയായി, ഞാൻ കൂളായിട്ട് നടന്നു പോയി അങ്ങോട്ട് തിരിച്ച്. എങ്ങനെയുണ്ട്? മുത്തിന് പേടിയാ? സിമ്പിൾ. എങ്ങനെയുണ്ട് ചേട്ടാ ഗ്ലാസ് ബ്രിഡ്ജ്? പേടിയൊന്നുമില്ല, എന്നാലും ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയുണ്ട്? പേടിച്ചാ? അവിടെ ഇവിടെ കുഴപ്പമില്ല, അവിടെ എത്തിയപ്പോ ഉള്ളി ഭയങ്കരമായിട്ട് പിന്നെ ചെറിയൊരു ആട്ടം. ആട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകലേന്നുള്ളൊരു വീഡിയോ. അപ്പോൾ നല്ല ഹൈറ്റ് തന്നെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വാഗമണിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിൽ പോകാൻ വേണ്ടി കാറി കയറി. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായി. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ വാഗമൺ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കാണാനൊന്നും പോയില്ല. പക്ഷെ ഇനി വരുമ്പോൾ എന്തായാലും എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ പോവുള്ളൂ. പിന്നെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടപ്പോൾ ഇറങ്ങാൻ വേണ്ടി എന്നെയൊക്കെ വിളിച്ചു. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല, ഞാനും അച്ഛനൊന്നും ഇറങ്ങിയില്ല. കാരണം നല്ല ടയർഡായി എന്ന് പറഞ്ഞില്ല. അത് കാരണം എനിക്ക് ഇറങ്ങാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയിരുന്നായിരുന്നു. പിന്നെ അത്രയ്ക്കും വയ്യായിരുന്നു, എനിക്ക് തൊണ്ടവേദനയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയം. പിന്നെ ഞങ്ങൾ കുറച്ച് പോയിട്ട് ഞങ്ങൾ വീടെത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ചപ്പാത്തിയും ചിക്കൻ കറി. അപ്പോൾ ഗൈസ് ഇനി ഞങ്ങൾ ഫുഡ് അടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.